ഓരോ മനുഷ്യരും ജീവിതത്തിൽ മറ്റൊരാളോട് പറയാൻ കഴിയാത്ത ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രഹസ്യങ്ങളും ഒക്കെ ഒളിപ്പിക്കുന്നുണ്ടാവും. പുറത്തു പറയാൻ കഴിയാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ രഹസ്യങ്ങളുടെ സമ്മർദ്ദം താങ്ങാനുള്ള ശേഷി എത്ര കാലം അവരുടെ മനസ്സിലുണ്ടാകും? ആരോടെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ആരോട് പറയും? പേർഷ്യൻ നാടോടി കഥകളിൽ സാങ്യെ സബൂർ എന്ന ഒരു കറുത്ത മാന്ത്രിക കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രയാസങ്ങളും അയാൾക്ക് ഈ കല്ലിനോട് പറയാം. എല്ലാ ബുദ്ധിമുട്ടുകളും രഹസ്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞ ആളുടെ മനസ്സിലെ ഭാരം ആ കല്ലിലേക്ക് ആവാഹിക്കപ്പെടുകയും പൊടുന്നനെ ആ കല്ല് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതോടെ ആ വ്യക്തി തൻ്റെ എല്ലാ മാനസിക വ്യതകളിൽ നിന്നും മുക്തനാകുന്നു. അഫ്ഗാൻ നോവലിസ്റ്റും ചലച്ചിത്രകാരനുമായ അതിക് റഹീമി രചനയും സംവിധാനവും നിർവഹിച്ച 2012 റിലീസ് ചെയ്ത ദ പേർഷ്യൻ സ്റ്റോൺ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അഫ്ഗാനിൽ വൻ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വിധേയമായ അതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരുകളില്ല. അവർ ചെയ്യുന്ന ജോലിയുടെ പേരിലോ കുടുംബത്തിന് വേണ്ടി അവർക്ക് ചെയ്യേണ്ട കടമകളുടെ പേരിലോ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സൈനികൻ, പുരോഹിതൻ, അയൽക്കാർ, ഭാര്യയുടെ അമ്മ എന്നിങ്ങനെയൊക്കെയാണ് കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ദൃശ്യാവിഷ്കാരം മോണോലോഗിലായതിനാൽ കഥാപാത്രങ്ങളുടെ പേരില്ലായ്മ സിനിമ ആസ്വാദനത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. യുദ്ധത്തിൽ തകർന്നുപോയ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു പ്രദേശത്താണ് കഥ നടക്കുന്നത്. അഫ്ഗാൻ സൈനികരും വിമതരും നിരന്തരം പോരടിക്കുന്ന പ്രദേശത്ത് നിന്ന് ജനങ്ങളെല്ലാം സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ 30 വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ ഒരു യുവതിയും അവളുടെ 2 കുട്ടികളും അവളേക്കാൾ ഏറെ പ്രായം ചെന്ന ഭർത്താവും തങ്ങളുടെ വീടിനുള്ളിൽ തന്നെ കഴിയുകയാണ്. അവർക്ക് പോകാൻ മറ്റൊരിടമില്ല. സഹായിക്കാനാണെങ്കിൽ അവർക്ക് ബന്ധുക്കളുമില്ല. കഴുത്തിൽ വെടിയുണ്ട തറച്ചത് കാരണം വിമത നേതാവായിരുന്ന അവളുടെ ഭർത്താവ് സംസാരിക്കാൻ പോലും കഴിയാതെ ശരീരം തളർന്ന് കിടപ്പിലാണ്. അയാൾക്കുള്ള മരുന്നിനും കുട്ടികളുടെ ഭക്ഷണത്തിനുമുള്ള വക പോലും കണ്ടെത്താനാകാതെ അവൾ കഷ്ടപ്പെടുകയാണ്. ഇടയ്ക്കിടെയുള്ള റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്നും വിമതരെ തിരഞ്ഞു പിടിച്ചു കൊല്ലാൻ വരുന്ന അഫ്ഗാൻ സൈനികരിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായി അവൾ കുട്ടികളോടൊപ്പം മിക്ക സമയവും ബങ്കറുകളിലാണ് അഭയം തേടാറ്. കുറച്ചകലെ എവിടെയോ അവളുടെ ഒരു അമ്മായി താമസിക്കുന്നുണ്ട്. അവളോട് കുറച്ചെങ്കിലും സഹാനുഭൂതി ഉള്ളത് അവർക്ക് മാത്രമാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ അവർ മറ്റൊരിടത്തേക്ക് താമസം മാറിയിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ താമസിക്കുന്ന വീട് കണ്ടെത്തി. അവളുടെ അമ്മായി ആണെങ്കിൽ ഒരു ബ്രോത്തൽ നടത്തിപ്പുകാരിയാണ്. അവളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയ അമ്മായി അവളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാനായി അമ്മായിയുടെ വീട്ടിലും പകൽ ഭർത്താവിനെ ശുശ്രൂഷിക്കാനായി സ്വന്തം വീട്ടിലും അവൾ സമയം ചെലവഴിക്കും. ആ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അവൾ ഒരു ഏകാന്തവാസമാണ്. അയാളെ പരിചരിക്കുന്നതിനിടയിൽ അവൾ അയാളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്, അയാളെ വിവാഹം കഴിക്കേണ്ടി വന്ന അവളുടെ സാഹചര്യത്തെക്കുറിച്ച്, ദീർഘകാലം അവളെ മറന്ന് അയാൾ യുദ്ധത്തിന് പോയതിനെക്കുറിച്ച്, അയാളുടെ അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അവൾ അക്കാലത്ത് നേരിട്ട മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച്, അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്, അവളുടെ ഏകാന്തതയെക്കുറിച്ച്, അവളുടെ നിരാശയെക്കുറിച്ച്, അവളുടെ വിചാരങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അവൾ അയാളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. തളർന്നു കിടക്കുന്ന അയാൾ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ലാതിരുന്നിട്ട് കൂടി അവൾ അതെല്ലാം അയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വിമതരെ തിരഞ്ഞെത്തിയ 2 അഫ്ഗാൻ സൈനികർ അവളെ കണ്ടുപിടിച്ചു. മറ്റുള്ളവർ നാടുവിട്ട് പോയിട്ടും അവൾ എന്തുകൊണ്ട് പോയില്ല എന്നവൾ അവളോട് തിരക്കി. ഒരു സാധാരണ വീട്ടമ്മയാണ് താനെന്നറിഞ്ഞാൽ അവർ തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് അവൾ ഭയപ്പെട്ടു. അതിനാൽ കുട്ടികളെ പോറ്റാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് താൻ വേശ്യാവൃത്തി നടത്തി ജീവിക്കുകയാണെന്ന് അവൾ ആ സൈനികരോട് കള്ളം പറയുകയാണ്. മതനിയമങ്ങൾക്കെതിരായി ജീവിക്കുന്ന അവളെ കുറേയേറെ ശകാരിച്ച ശേഷം അവർ മടങ്ങിപ്പോയി. എന്നാൽ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഒരു സൈനികനുണ്ടായിരുന്നു. അവൻ അവൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്കായി അവളെ തുടർച്ചയായി സന്ദർശിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ അനുഭാവപൂർവ്വം അവളോട് പെരുമാറുകയും പൊളിഞ്ഞുപോയ അവളുടെ വീടിൻ്റെ ഗേറ്റ് കേടുപാടുകൾ തീർത്ത് അവൾക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നു. പതിയെ പതിയെ അവൾ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഈ ഭർത്താവിനെ പരിചരിക്കുന്നതിനിടയിൽ അവൾ ഈ യുവ സൈനികനെ കുറിച്ച് ഭർത്താവിനോട് വിവരിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കൂടാതെ ഇതുവരെ അയാളിൽ നിന്നും താൻ മറച്ചുവെച്ച ചില രഹസ്യങ്ങളെക്കുറിച്ച്. ഇതെല്ലാം അവൾ ഒരു വെളിപാട് പോലെ അയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നേരത്തെ പറഞ്ഞ ഈ പേർഷ്യൻ കഥയിലെ ആ മാന്ത്രിക കല്ല് ഇവിടെ നിശ്ചലനായി കിടക്കുന്ന അവളുടെ ഭർത്താവ് തന്നെയാണ്.
ആ തുറന്നു പറച്ചിലൂടെ അവളുടെ ഉള്ളിൽ കഴിഞ്ഞ 10 വർഷമായി കിടന്നു നീറുന്ന വ്യതകളുടെയും രഹസ്യങ്ങളുടെയും ഭാരം ആ കല്ലിലേക്ക് പകർന്നത് വഴി എല്ലാ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും അവൾ മോചിതയാവുകയാണ്. യുദ്ധം മാത്രമല്ല, ഏറെക്കാലമായി പുരുഷ മേധാവിത്വത്തിൻ്റെയും അവഗണനയുടെയും പടുകുഴിയിൽ വീണ് കിടക്കുന്ന അഫ്ഗാൻ സ്ത്രീകളുടെ ദുരവസ്ഥ കൂടിയാണ് ഈ ചിത്രത്തിലൂടെ സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയുടെ പ്രധാന ആകർഷണം ഗോൾഷിഫ്തെ ഫർഹാനി എന്ന ഇറാനിയൻ നടിയുടെ ഉജ്ജ്വല പ്രകടനമാണ്. 85ാമത്തെ അക്കാഡമി അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡിന് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മികച്ച ലോക സിനിമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ദ പേഷ്യൻ സ്റ്റോൺ. സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ ഇതിനു മുമ്പ് കണ്ടവർ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാണാത്തവർ നിർബന്ധമായും കാണാൻ ശ്രമിക്കുക. മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം.